Dear friends, you are welcome to Historia. ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ രാജവംശം സ്ഥാപകനായ ബാബറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പൊതുവെ PSC പരീക്ഷകളിൽ മധ്യകാല ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മുഗൾ രാജവംശവും അതിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളും. ഇതോടൊപ്പം തന്നെ സെൻട്രൽ എക്സാമുകളും പൊതുവെ തുടർച്ചയായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് മുഗൾ രാജവംശം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ രാജവംശവും ബാബറെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓർക്കുക 1526 ഏപ്രിൽ 20 ഫസ്റ്റ് പാനിപ്പത്ത് വാർ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, ഡേറ്റ് മറക്കരുത്, 1526 ഏപ്രിൽ 20 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിക്കാറ്. അപ്പൊ ചോദ്യം വരാറുണ്ട്, വിച്ച് വാർ വിറ്റ്നസ്ഡ് ഫോർ ദി ഫൗണ്ടിങ് ഓഫ് മുഗൾ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് വെച്ചത് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. പാനിപ്പത്ത് ഈസ് ബിലോങ് ടു ഹരിയാന. മറക്കരുത്, പാനിപ്പത്ത് എന്ന സ്ഥലം വരുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ് പാനിപ്പത്ത് എന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, 1526 ഏപ്രിൽ 20 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലാണ് മുഗൾ രാജവംശ സ്ഥാപകനായ ബാബർ ആരെ പരാജയപ്പെടുന്നത്? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്. ഇനി ഓർത്തിക്കുക, മുഗൾ രാജവംശം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കണം ഉദ്ദേശത്തോടുകൂടി തന്നെയാണോ അക്ബർ ഇന്ത്യയിലേക്ക് വരുന്നത്? അല്ല, തീർച്ചയായിട്ടുമല്ല. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 ഭരണാധികാരികളുടെ യുദ്ധം ആരൊക്കെയാണ്? ഇബ്രാഹിം ലോധിയും ദൗലത്ത് ഖാൻ ലോധിയും. അപ്പൊ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയുകൊണ്ട് ദൗലത്ത് ഖാൻ ലോധിക്ക് അധികാരത്തിലെത്തണം. അപ്പൊ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ദൗലത്ത് ഖാൻ ലോധി അന്നത്തെ തുർക്കി വംശജനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബാബർ. ബാബറിനെ ഇൻവൈറ്റിംഗ് ടു ഇന്ത്യയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി അധികാരം കിട്ടാൻ വേണ്ടി ദൗലത്ത് ഖാൻ ലോധി ആരെ ക്ഷണിക്കുന്നു? ബാബറെ ക്ഷണിക്കുന്നു. അങ്ങനെ ദൗലത്ത് ഖാൻ ലോധിയുടെ ക്ഷണപ്രകാരം ബാബർ ഇന്ത്യയിലെത്തി ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുന്നു. ആ യുദ്ധമാണ് 1526 ഒന്നാം പാനിപ്പത്ത്. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ബാബർക്ക് മനസ്സിലായി ഇന്ത്യ എന്നുള്ള വളരെ സമ്പന്നമായ രാഷ്ട്രമാണ്, നല്ലൊരു രാഷ്ട്രമാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഓർത്തുവയ്ക്കുക, ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. അല്ലാതെ തീർച്ചയായും അദ്ദേഹം ഇന്ത്യ ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടി ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയോ അല്ല അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ തുസുക്കി ബാബറി അല്ലെങ്കിൽ ബാബർ നാമ, അദ്ദേഹത്തിന്റെ തുർക്കി ഭാഷയുള്ള ആത്മകഥയാണ് തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർ നാമ. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എന്തോ പറയുന്നു? എനിക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല, ഇന്ത്യ എന്ന രാഷ്ട്രം ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ദൗലത്ത് ഖാൻ ലോധിയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തുകയും ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ബാബർ എന്ന വാക്കിന്റെ അർത്ഥം ലയൻ എന്നാണ്. എന്താണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം? ലയൻ എന്നാണ്. അതേസമയം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ബാബർ എന്ന വാക്കിനർത്ഥം തുർക്കി ഭാഷയിൽ ലയൻ എന്നാണ് കൂടി ഓർത്തു വയ്ക്കുക. മുഗൾ രാജവംശ ഭരണാധികാരികളിൽ ഏറ്റവും കുറച്ചു കാലം മാത്രം ഭരിച്ച ഒരു ഭരണാധികാരിയാണ് ആര്? ബാബർ എന്ന് ഓർത്തുക. മുഗൾ രാജവംശത്തിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച ഒരു ഭരണാധികാരിയാണ് ബാബർ എന്നും കൂടി ഓർത്തുക. ഇന്ത്യയും ഇഷ്ടമില്ലാത്ത ഭരണാധികാരിയായിരുന്നു കൂടി ഓർത്തുക. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഓർത്തുക. പേർഷ്യൻ ഭാഷകളും തുർക്കി ഭാഷകളും ഒരുപാട് കവിതകൾ എഴുതിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ബാബർ. പേർഷ്യൻ ഭാഷകളും തുർക്കി ഭാഷകളും ഒരുപാട് കവിതകൾ എഴുതിയിരുന്ന ഭരണാധികാരിയായിരുന്നു ബാബർ. ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്തുടർച്ച അവകാശം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് ആര്? ഈ മുഗൾ രാജവംശം ബാബർ. ചെങ്കിസ് ഖാൻ ആൻഡ് തിമൂർ, ഇന്ത്യ ആക്രമിച്ച 2 വളരെ പ്രശസ്തരായ മംഗോൾ വംശജരാണ്, തുർക്കി വംശജരാണ് ആര്? ചെങ്കിസ് ഖാനും ഈ പറഞ്ഞ തിമൂറും. ഈ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് ബാബർ എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അങ്ങനെ ബാബർ ഇന്ത്യയിൽ മുഗൾ രാജ്യം സ്ഥാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചെറിയ പ്രധാനപ്പെട്ട 1-2 യുദ്ധങ്ങൾ അദ്ദേഹം ഏർപ്പെടുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് 1527 ഖന്ന യുദ്ധം എന്ന് പറയും. എന്താ പറയാ? ഖന്ന യുദ്ധം. 1527 ഖന്ന യുദ്ധത്തിൽ ബാബർ റാണ സംഘനെ പരാജയപ്പെടുന്നു. ആരെ പരാജയപ്പെടുന്നു? റാണ സംഘനെ പരാജയപ്പെടുന്നു. 1527 ഖന്ന യുദ്ധത്തിൽ ബാബർ റാണ സംഘനെ പരാജയപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് 1528 അദ്ദേഹത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത് ചന്ദേരി വാർ ആയിരുന്നു. ബാറ്റിൽ ഓഫ് ചന്ദേരി. ചന്ദേരി യുദ്ധത്തിൽ അദ്ദേഹം മദീന റായിയെയും അദ്ദേഹം പരാജയപ്പെടുന്നു. പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ്. ഒന്ന് പാനിപ്പത്ത് ഓൾറെഡി ഫൗണ്ടിങ് യുദ്ധമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റാണ സംഘനെ പരാജയപ്പെടുത്തിയാണ് 1527 ഖന്ന യുദ്ധം. ഇത് പലപ്പോഴും PSCക്കും SSCക്കും UPSCക്കും ചോദിക്കാറുണ്ട്. ഖന്ന യുദ്ധം ഓർക്കുക 1527. പിന്നെ വരുന്നത് ചന്ദേരി യുദ്ധമാണ്. അതിൽ അദ്ദേഹം മദീന റായിയെ പരാജയപ്പെടുന്നു. അതിനുശേഷം വരുന്ന മറ്റൊരു യുദ്ധമാണ് 1529 എന്ത് ചെയ്തു? ഗാഗ്ര വാർ എന്ന് പറയുന്നത്. അതാണ് ഗാഗ്ര ബാറ്റിൽ. ഗാഗ്ര യുദ്ധത്തിൽ അദ്ദേഹം അഫ്ഗാൻകാരെയും പരാജയപ്പെടുന്നു. ആരെയും പരാജയപ്പെടുന്നു? അഫ്ഗാൻകാരെയും
പരാജയപ്പെടുന്നു. പ്രധാനമായിട്ട് ഈ 3 യുദ്ധങ്ങൾ മാത്രമേ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് നടത്തുള്ളൂ. അതിനുശേഷം 1529 കഴിഞ്ഞ് 1530 ഡിസംബർ 26 കിട്ടിയ ഡിസംബർ 26 ഓർത്തിക്കുക, നമ്മുടെ സുനാമിയുടെ ഡേറ്റ് ആണ് അല്ലെ. ഡിസംബർ 26 1530 ഡിസംബർ 26 ബാബർ മരിക്കുന്നു. അതിന്റെ ശവകുടീരം ആദ്യം ഔറംഗാബാദിലായിരുന്നു. ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ ആഗ്രയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹ ഫലമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം മൂലം എന്ത് ചെയ്യുന്നു, അത് എവിടേക്ക് മാറ്റുന്നു, കാബൂളിലേക്ക് മാറ്റുന്നു. ആദ്യം എവിടെയായിരുന്നു മറക്കരുത്, കാബൂൾ മറക്കരുത് കിട്ടിയ. ബാബറുടെ ശവകുടീരം കാബൂളിലാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം കാബൂളായിരുന്നു. ആദ്യം ഔറംഗാബാദിലായിരുന്നു. ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ ആഗ്രയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇഷ്ടം എവിടെയായിരുന്നു, കാബൂളായിരുന്നു. അതുകൊണ്ട് അതിന്റെ പിന്തുടർച്ച വരുന്ന ആളുകളെല്ലാം എവിടേക്ക് മാറ്റുന്നു, കാബൂളിലേക്ക് ശവകുടീരം മാറ്റുന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കും. അപ്പൊ ഇതാണ് ആ ബാബറുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി ഓർത്തുവയ്ക്കുക, ബാബർ വളരെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ ഭരിച്ചുള്ളൂ. 1526 മുതൽ നമുക്കറിയാം 1530 വരെ ഭരിച്ചിരുന്നുള്ളതാണ്. ഇദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ എഴുതിയിരുന്ന ആളാണെന്ന് പറഞ്ഞു. പേർഷ്യൻ ഭാഷയിലും തുർക്കി ഭാഷയിലും കവിതകൾ എഴുതിയിരുന്ന ആളായിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയെ പറഞ്ഞു തുർക്കി ഭാഷയിലാണ് ആത്മകഥ. ഏതാണ് തുർക്കി ഭാഷയിലെ ആത്മകഥ? തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർനാമ എന്ന് പറയും. തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർനാമ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് അബ്ദുൽ ഖാദിർ ഖാൻ ആണ്. ആരാണ്? അബ്ദുൽ ഖാദിർ ഖാൻ കിട്ടിയ. അബ്ദുൽ ഖാദിർ ഖാൻ അദ്ദേഹത്തിന്റെ ആത്മകഥ തുസുക്കി ബാബരി ഏത് ഭാഷയിലേക്ക് മാറ്റുന്നു, പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റുന്നു. ഇനി അദ്ദേഹം പൂന്തോട്ടത്തെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. പൂന്തോട്ടത്തെയും പൂക്കളെയും ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ബാബർ. അങ്ങനെയാണ് അദ്ദേഹം ഔറംഗാബാദിൽ ഒരു ഗാർഡൻ സ്ഥാപിക്കുന്നത്. അപ്പൊ ഔറംഗാബാദ് ഗാർഡൻ അല്ലെങ്കിൽ ആഗ്രയിലെ ഗാർഡൻ അത് സ്ഥാപിച്ച ബാബർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പൂന്തോട്ടത്തിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വളരെ വ്യത്യസ്ത രീതിയിലുള്ള പനിനീർ പൂക്കൾ അല്ലെങ്കിൽ റോസാപ്പൂക്കൾ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി റോസാപ്പൂക്കൾ കൊണ്ടുവന്നു ആരായിരുന്നു? ബാബറായിരുന്നു. കാര്യങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി റോസാപ്പൂക്കൾ മാത്രമല്ല, റോസാപ്പൂക്കൾ അതോടൊപ്പം തന്നെ ഗൺ പൗഡർ, ചൈനക്കാർ കണ്ടുപിടിച്ച ഗൺ പൗഡർ, അതോടൊപ്പം തന്നെ പീരങ്കി തുടങ്ങിയെല്ലാം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നതും ആരായിരുന്നു? ബാബറായിരുന്നു. മറക്കരുത്, ഇന്ത്യയിൽ റോസാപ്പൂക്കൾ, പീരങ്കി, ഗൺ പൗഡർ ഇതെല്ലാം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നതും ബാബറായിരുന്നു. കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാബറുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ ബാബർ ഓർത്തു വയ്ക്കുക 1526 ഏപ്രിൽ 20 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്. ബാബറാണ് സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഓർത്തുവയ്ക്കുക ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു ഭരണാധികാരിയാണെന്ന് ഓർത്തുവയ്ക്കുക. തുർക്കി വംശനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. മുഗൾ രാജ്യത്തിൽ ഏറ്റവും കുറച്ചു കാലം മാത്രം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. പേർഷ്യൻ ഭാഷകളും തുർക്കി ഭാഷകളും കവിതകൾ എഴുതിയിരുന്ന ഒരു ഭരണാധികാരിയാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. ബാബർ എന്ന വാക്കിനർത്ഥം ലയൻ എന്നാണ് ഓർത്തുക. മുഗൾ രാജവംശം അദ്ദേഹം സ്ഥാപിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ദൗലത്ത് ഖാൻ ലോധിയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുന്ന ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് ഓർത്തുക. അതോടൊപ്പം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ 1527 ഏതാണ് ഞാൻ പറഞ്ഞത്, ഖന്ന യുദ്ധത്തിൽ അദ്ദേഹം റാണ സംഘനെ പരാജയപ്പെടുന്നു. 1528 ചന്ദേരി യുദ്ധത്തിൽ അദ്ദേഹം മദീന റായെ പരാജയപ്പെടുന്നു. 1529 ഗാഗ്ര യുദ്ധത്തിൽ അദ്ദേഹം അഫ്ഗാൻകാരെയും പരാജയപ്പെടുന്നു. 1530 ഡിസംബർ 26 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആത്മകഥ നമ്മൾ പറഞ്ഞു. ഏതാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്? തുർക്കി ഭാഷയിൽ ആത്മകഥ എഴുതിയത് ഏതാണ്? തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർനാമ. ഈ ആത്മകഥയിൽ അദ്ദേഹം വളരെ പ്രധാനമായും പരാമർശിച്ച ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചെന്താണ്, ഇന്ത്യ എന്ന രാഷ്ട്രത്തെയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരിയാണെന്ന് അദ്ദേഹം കൂടി ഓർത്തു വയ്ക്കുക. ആ തുസുക്കി ബാബരി അല്ലെങ്കിൽ ബാബർനാമ എന്ന ആത്മകഥ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു. ആരാണ്? അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇന്ത്യയിലേക്ക് ആദ്യമായി പനിനീർ പൂക്കളും അല്ലെങ്കിൽ റോസാപ്പൂക്കളും അതോടൊപ്പം ഗൺ പൗഡർ ആൻഡ് പീരങ്കി ഇതെല്ലാം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന വ്യക്തിയും ആരാണ്? ബാബറാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഓർത്തു വയ്ക്കുക, ബാബറുമായി എങ്ങനെയാണ് മുഗൾ രാജവംശം സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം 1530 ഡിസംബർ 26 അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആരാണ്? ഹുമയൂണാണ് പിന്നെ മുഗൾ രാജവംശം പിന്നീട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അക്ബർ വരുന്നു, ജഹാംഗീർ വരുന്നു, ഷാജഹാൻ വരുന്നു, ഔറംഗസീബ് വരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഏതുകൂടി വരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ വരെയാണ് നമ്മൾ മുഗൾ രാജവംശം വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ മുഗൾ രാജവംശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം അതോടൊപ്പം ബാബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ യുദ്ധങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുക. പൊതുവെ എക്സാമുകൾക്ക് ചോദിക്കുന്ന 2 യുദ്ധങ്ങളാണ്, പാനിപ്പത്ത് യുദ്ധം അതോടൊപ്പം ഖന്ന യുദ്ധം. മറ്റു 2 ചോദിക്കാറില്ല, എങ്കിലും പഠിച്ചു വയ്ക്കാനുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ ഇത്രയും ഭാഗങ്ങളോടുകൂടി നമ്മുടെ മുഗൾ രാജവംശ സ്ഥാപനവും അതോടൊപ്പം ബന്ധപ്പെട്ട ബാബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തീർന്നിരിക്കുന്നു. ഇത്രയും ഓർക്കുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.